ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടിരിക്കണം. സ്കിപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഞാനിന്ന് പറയാൻ പോകുന്ന അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഫുള്ള് കേൾക്കാതെ മനസ്സിലാവില്ല. എൻ്റെ ഈ വീഡിയോ ഒന്ന് കാണാൻ ഇരിക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ വിഷമിച്ചൊക്കെ ഇരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ, എന്ത് ചെയ്തിട്ടൊന്നും ആവുന്നില്ല, ജീവിതവേ മടുത്തു എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ആരെങ്കിലും ഉണ്ടാവില്ല. അവരൊക്കെ ഇങ്ങ് പോരെ, നമുക്കിന്ന് കുറച്ച് കാര്യങ്ങളെ പറ്റിയൊക്കെ സംസാരിക്കാം. നമ്മളിൽ പലരും ഒരുപാട് വിഷമഘട്ടത്തിൽ കൂടിയൊക്കെ കടന്നു പോയിട്ടുള്ളവരായിരിക്കും അല്ലേ. അതുപോലെ തന്നെ സന്തോഷങ്ങളും ഉണ്ടായിട്ടുണ്ടാവും. ഇന്ന് നമ്മൾ കണ്ടുവരുന്ന ഒരു പ്രശ്നം തന്നെയാണ്, ചെറിയ കുട്ടികൾ മുതൽ മുതിർന്ന ആളുകൾ വരെ നിസ്സാര കാര്യങ്ങൾ മുതൽ വലിയ വലിയ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ഇല്ല എന്ന് കരുതി ആത്മഹത്യ എന്നത് ചൂസ് ചെയ്യുന്നത്, ആത്മഹത്യ ചെയ്യപ്പെടുന്നത്. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്ത് എന്ത് പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട്. പരിഹാരമില്ലാത്ത ഒരു പ്രശ്നങ്ങളും ഇല്ല. അതിനർത്ഥം പരിഹാരമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതൊരു പ്രശ്നമായിരിക്കില്ല. ഇപ്പം ഇന്ന് ചെറിയ കുട്ടികളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ, ഇവൻ അമ്മ മൊബൈൽ ഫോൺ തരാത്തതിന് വഴക്ക് പറഞ്ഞു, അതല്ലെങ്കിൽ SSLCക്ക് മാർക്ക് കുറഞ്ഞു പോയി, ഫുൾ A+ കിട്ടിയില്ല. ഇനി അതല്ലാതെ ഇപ്പം മുതിർന്ന ആളുകളുടെ കാര്യം നോക്കുകയാണെങ്കിൽ സാമ്പത്തിക പ്രശ്നങ്ങളുള്ളവർ കാണും. അതുകൂടാതെ തന്നെ പ്രണയ നൈരാശ്യത്തിൽ ഭയങ്കര വിഷാദമായിട്ട് ഇരുന്നിട്ട് ഇനിയൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് കരുതി ആത്മഹത്യ ചെയ്യുന്നവരുണ്ട്. ദാമ്പത്യ ജീവിതമൊക്കെ അല്ലാത്തതുകൊണ്ടും പിന്നെ അസുഖങ്ങൾ ബാധിച്ചു, ഇതിനൊന്നും ഒരു സൊല്യൂഷൻ ഇല്ല എന്ന് കരുതി ആത്മഹത്യ ചൂസ് ചെയ്യുന്ന ഒരുപാട് പേര്, ആത്മഹത്യയാണ് ഇതിനൊരു പരിഹാരം എന്ന് കരുതുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷേ നമ്മൾ എന്തൊരു പ്രശ്നം വന്നാലും ആത്മഹത്യ ചെയ്യുന്നത് കൊണ്ട് ഒന്നിൻ്റെ ഒരു പരിഹാരമൊന്നും ആവുന്നില്ല. നമ്മൾ അത് ചെയ്യാൻ കാണിക്കുന്ന ആ ഒരു ധൈര്യം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത്രയും മനക്കരുത്തുള്ളവരാണെങ്കിൽ നമുക്ക് ഏത് പ്രശ്നങ്ങളെയും ഈസി ആയിട്ട് നേരിടാനായിട്ട് പറ്റും. കാരണം ഒരാൾ ജീവിതം അവസാനിപ്പിക്കാൻ പോവാന്ന് പറയുമ്പോൾ അതത്ര നിസ്സാരമായിട്ടുള്ള കാര്യമല്ല. അത്രയും മനക്കരുത്ത് വേണം ആ സമയത്ത്. അത് ഈ ആത്മഹത്യ ചെയ്യാമെന്ന് തീരുമാനിക്കുന്ന ആ ഒരു സമയം അത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇരുന്ന് ആലോചിച്ച് നമ്മുടെ പ്രശ്നങ്ങൾക്ക് എങ്ങനെയാണ് ഒരു പരിഹാരം ഉണ്ടാക്കാൻ പറ്റുകയെന്ന് ചിന്തിക്കാനായിട്ട്. ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമ്മളത് ആരെങ്കിലും ഒരാളോടെങ്കിലും ഷെയർ ചെയ്യാനായിട്ട് നോക്കണം. അതിപ്പം നമ്മുടെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ, പാർട്ട്ണർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ പേരൻസ് ആയിക്കോട്ടെ, നമ്മുടെ കൊളീഗ്സ് ആയിക്കോട്ടെ, അങ്ങനെ ഒരു ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളെ നമ്മൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ചെയ്യേണ്ടത്. അപ്പം നമ്മൾ നമ്മുടെ പ്രശ്നങ്ങൾ ഒരാളോടെങ്കിലും ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പക്ഷേ നമുക്കൊരു സൊല്യൂഷൻ തരാനായിട്ട് പറ്റും. എല്ലാ പ്രശ്നങ്ങൾക്കും എല്ലാവർക്കും സൊല്യൂഷൻ തരാൻ പറ്റുമെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ നിലവിൽ ഇപ്പം നമ്മൾ അത്രയും മാനസികമായിട്ട് സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമാണ്. ഇനി എനിക്ക് ജീവിക്കാൻ പറ്റില്ല, ഞാൻ സൂയിസൈഡ് ചെയ്യുന്നതാണ് എല്ലാത്തിനും ഒരു സൊല്യൂഷൻ എന്ന് ചിന്തിക്കുന്നതിനേക്കാൾ എത്രയോ ഭേദമാണ് നമ്മൾ നമ്മുടെ പ്രശ്നങ്ങൾ ഒരാളോടെങ്കിലും ഷെയർ ചെയ്ത്, അപ്പം ഇതിനെന്തായിരിക്കും ഒരു സൊല്യൂഷൻ, അല്ലെങ്കിൽ അവർക്ക് നമ്മൾ ഒരു പക്ഷേ ആശ്വസിപ്പിക്കാനായിട്ട് പറ്റും. നമുക്ക് വീണ്ടും ജീവിക്കാനായിട്ടുള്ളൊരു ഒരു പ്രേരണ കിട്ടും. അതല്ലാതെ നമ്മൾ പെട്ടെന്ന് ഒരു നിമിഷം കൊണ്ട് ജീവിതം അവസാനിപ്പിക്കുമ്പോൾ നമ്മൾ ഈ ഒരു ലോകത്തിൽ നിന്ന് എക്സിറ്റ് ആയി പോവുകയാണ്. പക്ഷേ ഇപ്പോൾ ഒരു അമ്മയോ അല്ലെങ്കിൽ ഒരു അച്ഛനോ മരിക്കുന്നെങ്കിൽ അവരുടെ കുട്ടികൾ അവരായിരിക്കും പിന്നീടുള്ള ജീവിതത്തിൽ അനുഭവിക്കാനായിട്ട് പോകുന്നത്, ആരും ഉണ്ടാവില്ല. ഇനി ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞ പോലെ എല്ലാ പ്രശ്നങ്ങളും ചിലപ്പോൾ എല്ലാവരോടും പറയാൻ പറ്റണമെന്നില്ല. അതുപോലെ ചില ആളുകളുണ്ട്, എത്ര ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ തന്നെയും അവർ ചിലപ്പോൾ എല്ലാം ഒന്നും ഷെയർ ചെയ്യില്ലാത്തവരായിരിക്കും, മനസ്സിൽ തന്നെ കൊണ്ട് നടക്കുക. ചിലപ്പോൾ നല്ല ബുദ്ധിമുട്ടുകൾ കൂടിയായിരിക്കും അവർ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ കൂടി ഒരാളോട് പറയാത്ത ആളുകളുണ്ട്. അതൊക്കെ ഓരോരുത്തരുടെ സ്വഭാവമാണ്, നമുക്ക് അവരെ മാറ്റാനൊന്നും പറ്റത്തില്ല. അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നമ്മൾ ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, നമുക്ക് വേണ്ടപ്പെട്ട ഒരാൾക്ക് അങ്ങനെ എത്രത്തോളം എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്ന് നമുക്ക് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അറ്റ്ലീസ്റ്റ് അവരോട് സംസാരിക്കാനായിട്ടൊരു സമയം കണ്ടെത്തുക തന്നെ ചെയ്യണം. അറ്റ്ലീസ്റ്റ് നമുക്ക് ചോദിക്കുന്നതിൻ്റെ ഒരു കുഴപ്പമില്ലല്ലോ, നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, നിങ്ങൾ എന്തെങ്കിലും ബുദ്ധിമുട്ടിൽ കൂടിയാണോ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് നമ്മൾ ചോദിക്കുക. നമ്മൾ ഒരുപക്ഷെ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ നമ്മുടെ അടുത്ത് ഓപ്പൺ ആവാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ അവർക്കത് പറയാൻ പറ്റി കഴിഞ്ഞാൽ ഒരുപക്ഷെ അവരിപ്പം ഇങ്ങനെ ഒരു സൂയിസൈഡ് ചെയ്യാം, ഇനി എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ അവർക്ക് തിരിച്ചു വരാനായിട്ട് പറ്റില്ലേ. ഇനിയിപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പലരും ചിന്തിക്കുന്നുണ്ടായിരിക്കും, ഇതൊക്കെ പറയാൻ ഭയങ്കര സിമ്പിളാണ്, ഞാനൊക്കെ അനുഭവിക്കുന്നത് അത്രത്തോളം വലുതാണ്. ശരിയാണ്, എല്ലാവർക്കും പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം. ഇപ്പോൾ പ്രശസ്തരായവർ വരെ നോക്കുകയാണെങ്കിൽ അവരൊന്നും ഹാപ്പി ആയിട്ടുള്ളവർ മാത്രമൊന്നുമല്ല, അവർക്കും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം. അവരും ഇങ്ങനെ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് സക്സസ് ആയവരായിരിക്കാം. അപ്പോൾ ഇത് ഈ സക്സസ് എന്ന് പറയുന്നതും പെട്ടെന്നൊരു നിമിഷം കൊണ്ടൊന്നും ആർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതല്ല. മനുഷ്യനെ ആത്മഹത്യയിലേക്ക് പ്രേരിപ്പിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതിൽ ചിലതൊക്കെയാണ്, ഇപ്പം സാമ്പത്തികമായിട്ട് അത്രയും ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പം ഇനി ജീവിക്കാൻ പറ്റില്ല, പഴയ പോലെ എനിക്ക് തിരിച്ചു വരാൻ പറ്റത്തില്ല, അതുകൊണ്ട് തന്നെ ജീവിതം അവസാനിപ്പിക്കാമെന്ന് ചിന്തിക്കുന്നവരുണ്ട്. അതല്ലാതെ തന്നെ ഇപ്പം പാർട്ട്നേഴ്സിൻ്റെ ഇടയിൽ തന്നെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി, ഒരാൾ ചീറ്റ് ചെയ്തിട്ട് പോകുമ്പം ഇനി എനിക്കൊരു ജീവിതം ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് ആത്മഹത്യ ചെയ്തേക്കാന്ന് ചിന്തിക്കുന്നവരുണ്ട്. കുട്ടികളുടെ കാര്യത്തിലും അതുപോലെ തന്നെ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ചിട്ട് ഇൻസൾട്ടഡ് ആയതിനു ശേഷം കുട്ടികൾ ഇനി എല്ലാവരുടെയും മുന്നിൽ ഇൻസൾട്ട് ആയല്ലോ എന്ന് ചിന്തിച്ച് ജീവിതം കളഞ്ഞേക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ ഒരുപാട് പ്രായമായ അച്ഛനും അമ്മമാരിലൊക്കെ ചിലപ്പോൾ കാണാൻ പറ്റുന്നതാണ്, മക്കളൊന്നും നോക്കാതെ, അവരെ തിരിഞ്ഞു നോക്കാതെ, ആരും ഇല്ലല്ലോ ഇനിയിപ്പം എന്തിനാ ജീവിക്കുന്നതെന്ന് കരുതി ആത്മഹത്യ ചെയ്യുന്നു. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ശരിക്കും പറഞ്ഞുണ്ട്. പിന്നെ ഇപ്പം നമ്മൾ ട്രെൻഡിങ് ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഡിപ്രഷൻ. ഇപ്പം അത് ഭയങ്കര എല്ലാവരും പ്രൗഡായിട്ടൊക്കെ ചില ആളുകൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഞാനിപ്പോൾ ഡിപ്രഷനിലാണ്, ഞാൻ ഡിപ്രഷൻ സ്റ്റേജിൽ കൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ എന്താ നിങ്ങളുടെ പ്രശ്നമെന്ന് ചോദിക്കുമ്പം ആ പറയുന്നതൊന്നും കേൾക്കുമ്പോൾ എനിക്കതൊരു ഡിപ്രഷൻ ആയിട്ടൊന്നും തോന്നിയിട്ടില്ല. കാരണം ഡിപ്രഷൻ ആക്ച്വലി പറയുന്നത് തന്നെ
നമുക്ക് ആരുടെ അടുത്തൊന്നും സംസാരിക്കാനോ അല്ലെങ്കിൽ മാനസിക നില അത്രയും തകർന്നിരിക്കുന്ന ഒരു സിറ്റുവേഷൻ, നമുക്ക് ഒരാളുടെ അടുത്ത് നോക്കാനോ മൈൻഡിലുള്ള കാര്യങ്ങൾ ഓപ്പൺ ആയിട്ട് സംസാരിക്കാൻ പറ്റാതെയോ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ജോലി ചെയ്യുന്നവരാണെങ്കിൽ അതിലൊന്നും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാതെ അങ്ങനെ ഭയങ്കരമായിട്ട് എലോൺ ആയിട്ടിരിക്കുന്ന ആ ഒരു സിറ്റുവേഷൻ വരുമ്പോഴാണ് ആക്ച്വൽ ഡിപ്രഷൻ എന്ന് പറയുന്നത്. അത് തന്നെ ആയിരിക്കും ഞാൻ വിശ്വസിക്കുന്നത്. ചില ആളുകൾ അവൻ തേച്ചിട്ട് പോയി, അവൾ തേച്ചിട്ട് പോയി, ഞാൻ ഇപ്പോൾ ഡിപ്രഷനിലാണെന്നൊക്കെ പറയുന്നവരുണ്ട്. പക്ഷേ അത് ശരിക്കും ഡിപ്രഷൻ അല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനൊക്കെ പരിഹാരങ്ങൾ നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പം ആക്ച്വലി ഇങ്ങനെ ബുദ്ധിമുട്ടുന്നവരുണ്ടെങ്കിൽ, ഇപ്പം ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞപ്പോൾ ആരോടെങ്കിലും സംസാരിക്കുന്ന കാര്യമൊക്കെ പറഞ്ഞു, അങ്ങനെ പോലും പറ്റാത്ത ആളുകൾ കാണും. അവർ ഉറപ്പായിട്ടും ചെയ്യേണ്ട കാര്യം ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ പോയി ഒരു കൗൺസിലറെ അല്ലെങ്കിൽ ഒരു ഡോക്ടറെ അല്ലെങ്കിൽ സൈക്കാട്രിസ്റ്റിനെ കണ്ട് ഓപ്പണായിട്ട് സംസാരിക്കുക. അറ്റ്ലീസ്റ്റ് അപ്പോയിൻമെൻറ്റ് എടുത്ത് കുറച്ച് കാശ് ചിലവായാലും കുഴപ്പമില്ല. നിങ്ങൾ സംസാരിച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് സൊല്യൂഷൻ ഉണ്ടായിരിക്കും. നമുക്ക് ആ കളയാമെന്ന് വിചാരിച്ചിരിക്കുന്ന ജീവിതത്തെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാനായിട്ട് പറ്റും. അപ്പം ഇന്ന് ഇപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന പലരും ചിന്തിക്കുന്ന കാര്യമായിരിക്കും, നിങ്ങൾക്ക് ഇവിടെ ഇരുന്ന് ഇത് ഇത്ര സിമ്പിളായിട്ട് പറയാം, പക്ഷെ ഞാൻ അനുഭവിക്കുന്നത് എനിക്ക് മാത്രമേ അറിയുള്ളൂ. അതൊരു പക്ഷേ ശരിയായിരിക്കാം, പക്ഷെ അതിനും സൊല്യൂഷൻ ഉണ്ടാക്കാൻ പറ്റില്ലേ? അതുകൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത് കേട്ടോ. നമ്മൾ ബാക്കി വെച്ചിട്ട് പോകുന്ന കുറേ ജീവിതങ്ങളുണ്ട്. അതൊരു പക്ഷേ നമ്മുടെ പേരൻസ് ആയിരിക്കാം, വൈഫായിരിക്കാം, കുട്ടികളായിരിക്കാം. ഒരുപാട് ബാധ്യതകൾ നമ്മൾ വെച്ചിട്ട് നമ്മുടെ ഫാമിലീനെ ഉപേക്ഷിച്ചിട്ട് പോയി കഴിഞ്ഞാൽ അവർ എത്രത്തോളം സ്ട്രഗിൾ ചെയ്യും. അവർക്ക് ഒരു പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റില്ലായിരിക്കും. ഈ ബിസിനസ്സിലൊക്കെ ഒരുപാട് പോയി ഇൻവെസ്റ്റ് ചെയ്ത് നമ്മൾ ഭയങ്കര ആഗ്രഹിച്ചായിരിക്കും നമ്മളെ ബിസിനസ്സൊക്കെ ചെയ്യുന്നത്. പെട്ടെന്ന് സക്സസ് ആവും, ഞാൻ ഉദ്ദേശിച്ച പോലെ തന്നെ ഇത്ര ഒരു ടൈം കൊണ്ട് എനിക്ക് ഇത്ര പ്രോഫിറ്റ് ഉണ്ടാക്കാമെന്നൊക്കെ വിചാരിച്ച് ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നവർ കാണും. പക്ഷെ അവർ ഇൻവെസ്റ്റ് ചെയ്ത് കുറച്ച് നാൾ റൺ ചെയ്ത് കഴിയുമ്പം ഇവർക്കിത് ലോസായി തുടങ്ങുമ്പോൾ ഇവരുടെ മൈൻഡിൽ കൂടെ ഈ എടുത്ത ലോണും അതല്ലെങ്കിൽ ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തേക്കുന്ന കുറേ കാര്യങ്ങൾ അല്ലെങ്കിൽ ബിസിനസ്സിന് വേണ്ടി ചെയ്ത് അത്രയും ഒരു ടൈം ഇതൊക്കെ വേസ്റ്റ് ആയി തോന്നും. ഇത് ഫെയിൽ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇനി ആരുടെ മുന്നിൽ എനിക്ക് പറ്റത്തില്ല, അല്ലെങ്കിൽ ഇത്രയും ബാധ്യത എനിക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞ് ലൈഫ് കളയുന്നവരുണ്ട്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ബിസിനസ് ചെയ്യുന്നവരും പെട്ടെന്ന് ഒരു നിമിഷം ഇന്ന് തുടങ്ങി നാളെ സക്സസ് ആവുന്നവരൊന്നുമല്ല. അതും അവരിങ്ങനെ പല പല ഘട്ടങ്ങളിൽ കൂടി പോയി ഒരുപാട് സ്ട്രഗിൾ ഉണ്ടായി, അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടായി, അതിന് ശേഷമൊക്കെ സക്സസ് ആയി നിൽക്കുന്നവരായിരിക്കും. അപ്പോൾ എന്ത് തന്നെ പ്രശ്നം ഉണ്ടെങ്കിലും നിങ്ങൾ ചിന്തിക്കുക, മരിക്കുക എന്നത് ഒന്നിനും ഒരു സൊല്യൂഷൻ അല്ല. നമ്മൾ പേടിച്ചോടുക ശരിക്കും പറഞ്ഞാൽ ചെയ്യുന്നത്. നമ്മൾ ഈ ലോകത്തെ പേടിച്ച് നമ്മൾ ഒളിച്ചോടുക ചെയ്യുന്നത്. അതൊരിക്കലും ചെയ്യാനായിട്ട് ദയവേത് നിൽക്കരുത്. ഇനി നിങ്ങൾ ഈ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആർക്കെങ്കിലും ഞാൻ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ കൂടി പോയിക്കൊണ്ടിരിക്കുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ പറയാൻ ആരുമില്ല, നിങ്ങൾക്ക് ഒരാൾ പോലും കേൾക്കാനില്ല എന്നുള്ള സിറ്റുവേഷൻ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ധൈര്യമായിട്ട് എന്നെ വിളിച്ചോ, എന്നോട് സംസാരിക്കാം. ഞാൻ എൻ്റെ മെയിൽ ID താഴെ കൊടുക്കുന്നുണ്ട്, നോട്ട് ചെയ്യുക. ഞാൻ എൻ്റെ മെയിൽസൊക്കെ എപ്പോഴും ചെക്ക് ചെയ്യുന്നതാണ്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുള്ളവരാണെങ്കിൽ നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് മെയിൽ അയക്കുക, നിങ്ങളുടെ കോൺടാക്ട് നമ്പർ മെൻഷൻ ചെയ്യുക, ഞാൻ വിളിക്കാം. അപ്പോൾ എനിക്കത് ജെനുവിൻ ആണെന്ന് തോന്നിയാൽ ഉറപ്പായിട്ടും നിങ്ങൾ നമ്പർ മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. ഞാൻ ഈ പറഞ്ഞ ടോപ്പിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു ഇന്ന് ഈ വീഡിയോ കണ്ടതിൽ. അങ്ങനെ നിങ്ങളും ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ കൂടിയൊക്കെ കടന്നു പോയിട്ടുള്ളവരാണ്, അല്ലെങ്കിൽ ഒരിക്കലെങ്കിലും അങ്ങനെ ചിന്തിച്ചിട്ടുള്ളവരാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ബുദ്ധിമുട്ടുള്ളവരാണെങ്കിലും അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ അങ്ങനെ ഉണ്ടായിട്ട് അതിനെങ്ങനെ ഓവർകം ചെയ്തു എന്നൊക്കെ ഉള്ളത് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ആ കമൻറ്റ് വായിക്കുന്ന ബാക്കിയുള്ളവർക്കും അതൊരു പ്രചോദനമായിരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക, ഞാൻ ആരെയും ഫോഴ്സ് ചെയ്യില്ല. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ദിസ് ഈസ് ആർദ്ര സൈനിങ് ഓഫ്.